ഏതൊരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവൻ സ്വീകരിക്കേണ്ടുന്ന ചില മാർഗങ്ങൾ കൂടി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, തസ്ബീഹുകൾ നമ്മൾ അധികരിപ്പിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, തസ്ബീഹുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ധൈര്യം പകരും എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല അത് പ്രത്യേകമായി പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന റബ്ബക യഅലമു, തീർച്ചയായും നിന്റെ റബ്ബിനറിയാം നിന്റെ ഹൃദയം നോവുന്നുണ്ടെന്ന്, നിന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹുകൾ അധികരിപ്പിച്ചോളൂ. വകും മിനസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്നവരിൽ ആയിക്കോളൂ. നിസ്കാരം, അതേപോലെ തന്നെ ദിക്റുകൾ, ഏത് ടെൻഷൻ നിങ്ങൾക്കുണ്ടോ നമുക്കുണ്ടോ അതൊക്കെ അകലുവാനുള്ള മാർഗങ്ങളാണ്. നിത്യജീവിതത്തിൽ രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ ഇടക്ക് ഇപ്പറയുന്ന തസ്ബീഹുകൾ അടക്കം ഇസ്തിഗ്ഫാറുകൾ അടക്കം നിരവധി അനവധി ദുആകളാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. എല്ലാം അർത്ഥമറിഞ്ഞ് നിർവഹിക്കുന്ന ഒരു മനുഷ്യന് എന്തെന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അവന് സഹിക്കാനുള്ള കരുത്ത് കിട്ടുമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാ ഇതിലൂടെയൊക്കെ ലഭിക്കുന്നത്. അല്ലാത്തവർ വേഗം ആത്മഹത്യ ചെയ്യും, അല്ലാത്തവർ വേഗം തോന്നിയാസങ്ങളിലേക്ക് പോകും, അല്ലാത്തവർ വേഗം മറ്റു വഴികൾ സ്വീകരിക്കും. നേരെ മറിച്ച് മുഅ്മിനിന് നല്ല ക്ഷമയുണ്ടാകും. അതെങ്ങനെയാ നേടിയെടുക്കേണ്ടത്? അതാ പറയുന്നത് കസറത്തു തസ്ബീഹ്, തസ്ബീഹുകൾ അധികരിപ്പിക്കുന്നതിലൂടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നതിലൂടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ്, മനോവിഷമങ്ങൾക്ക് പരിഹാരമാണ്. സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം. നിത്യജീവിതത്തിൽ നമുക്ക് സ്വലാത്തുകൾ ചൊല്ലുവാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സമയങ്ങൾ, നിശ്ചയിക്കപ്പെട്ടവ സ്വലാത്തുകളുണ്ട്. അതല്ലാതെ തന്നെ എത്രയോ നമുക്ക് സമയം കിട്ടുന്നുവോ അത്രയും സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ടത് നമ്മുടെ പരലോക ഗുണത്തിന്റെ അത്യാവശ്യമായ കാര്യമാണ്. അതോടൊപ്പം മാനസികമായി വല്ലാത്തൊരു ആനന്ദമാണത്. മൂന്നാമതായി കസറത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹ്, പാപമോചന തേട്ടം എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് പ്രയോജനമാണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പോലും പറഞ്ഞതെന്താണ്? യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഒരുപാട് കാര്യങ്ങൾ ആ ആയത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് ശാരീരികമായി ശക്തി കിട്ടും, മാനസികമായി ശക്തി കിട്ടും, സാമ്പത്തികമായി വളർച്ചയുണ്ടാകും, റബ്ബിന്റെ കാരുണ്യമുണ്ടാകും, എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും എന്നിങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനെ കുറിച്ചാ? ഇസ്തിഗ്ഫാറിനെ കുറിച്ച്. നിസ്കാര ശേഷം ഒന്ന് മനസ്സറിഞ്ഞ് 3 അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പോലും മടിയുള്ള കൂട്ടത്തിലാണോ ഞാനും നിങ്ങളും എന്ന് ഓർത്ത് പരിഹാരം കാണണമെന്നാണ് എനിക്കെന്നോടും നിങ്ങളോടും പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മനസ്സിന്റെ ടെൻഷനുകളെ കുറിച്ച് വേവലാതി പറയുമ്പോൾ പരിഹാരം നിർദ്ദേശിച്ച റബ്ബിന്റെ വചനങ്ങളെ, റബ്ബിന്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നവരാണ് നമ്മളെങ്കിൽ പിന്നെ നമ്മൾ ആരോടാ പരാതി പറയുന്നത്? നമ്മൾ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ ചെയ്യാതെ നമ്മൾ എന്തിന്റെ പേരിലായി വിലപിക്കുന്നത്? അതുകൊണ്ട് ഔഷധങ്ങൾ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്, ഉപയോഗിക്കുവാൻ മനസ്സുണ്ടോ എന്നതാണ് പ്രധാനം.